നമ്മളിപ്പോ എത്ര ദൂരം വന്നിട്ടുണ്ടാവും? ദൂരം എന്ന് പറയുമ്പോൾ ഫർലോങ്ങോ കിലോമീറ്ററോ അതോ പഴയ ആൾക്കാർ പറയുന്ന പോലെ കാതോ? കാതോ ആ എന്ന് പറഞ്ഞ ചെവിയല്ലേ? ചെവിയല്ല, കാതം. കാതം കേട്ടിട്ടില്ലേ? ഈ 1000 കാതം അകലെയാണെങ്കിലും മായാതെ മെക്ക മനസ്സ് നിപ്പൂ. ഒരു കാതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 16 കിലോമീറ്റർ. തെറ്റി. എന്ത്? മക്കയ്ക്ക് ഇവിടുന്ന് വെറും 4060 കിലോമീറ്ററിലേ ഉള്ളൂ. 1000 കാതം എന്ന് പറഞ്ഞാൽ 16,000 കിലോമീറ്റർ. പോവാം, പക്ഷെ എങ്ങോട്ട്? നമുക്ക് വടക്കോട്ടല്ലേ പോകേണ്ടത്. വടക്കേതാന്ന് എങ്ങനെ അറിയും? മൂപ്പരയാണെങ്കിൽ ഒട്ട് കാണാനും ഇല്ല. ഇതെന്താ സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെ ആയിട്ട്? ഇതെന്താ മാൻ വേഴ്സസ് വൈൽഡോ? മാൻ വേഴ്സസ് വൈൽഡ്? അതെന്താ? അത് ബെയർ ഗ്രിൽസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ ടിവിയിൽ വരുന്ന ഷോ ആണ്. യു തിങ്ക് ദിസ് ഇസ് എ ഗെയിം? നിങ്ങളുടെ എല്ലാവരെയും പേഴ്സണൽ വെന്റാറ്റ തീർക്കാനുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു ഇത്. ഇഫ് യു ഡോണ്ട് നോ, US അവരെല്ലാവരും നിങ്ങളെല്ലാവരിനേക്കാളും കൂടുതൽ ഹരീനെയാണ് വാല്യൂ ചെയ്തിട്ടുള്ളത്. They even value him more than me. If anything happens to him, jobs are at stake. നിങ്ങൾ അവന്റെ വീട്ടിൽ വിളിച്ചു നോക്കിയോ? അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഹരി പറവൂർ ഇറങ്ങിയെന്നാണ്. ബാഗേജ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പറവൂർ ഇവിടെ അടുത്തല്ലേ? അത് ആ പറവൂരല്ല, കൊല്ലത്തിനടുത്തുള്ള പരവൂരാ. You mean കൊയിലോൺ? Yeah. I don't care if it's പറവൂർ or പറമ്പിക്കുളം. You better go find him right now. നിങ്ങൾ എങ്ങനെ പോകും? അപ്പന്റെ ബുള്ളറ്റ് ഉണ്ട്. എന്റെ 2 വീലറും ഉണ്ട്. So what are you waiting for? Go! അല്ലെങ്കിൽ wait. I'm coming. ഈ കയറ്റമൊക്കെ കയറാൻ പറ്റുമോ സർ? ഒരുപാട് കുന്നും മലയും കയറിയിട്ടുള്ള ശരീരമാണ്. എന്താ സാർ ഓടിയത്? നീ ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇട്ടിട്ടുണ്ടോടാ? ഡാടാ ഇട്ടിട്ടുണ്ടോന്ന്? എന്ത്? ഷഡ്ഡി ബോക്സർ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ എന്നതാ ചെയ്യേണ്ടത്. അനീഷേ എഴുന്നേക്കടാ, അങ്ങോട്ട് മാറി നിൽക്കടാ, അഴിക്കടാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നാത്രടാ നീ ഓടിയത്? അനീഷേ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സാർ. എന്നതാ ഞാൻ ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ബാഗിൽ എന്നാടാ? അത് അനീഷേ താടാ.
മെഡിക്കൽ റെപ്പാന്നാ തോന്നുന്നു സാറേ. ആന്നോടാ ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. എണീക്കടാ പോലെയാടി മോനെ. അഴിക്കടാ അഴിക്കടാ റപ്പേ. ആഹാ ഇതുവഴി പോയാ കോട്ടയത്തെത്താവുന്ന ഒരാൾ പറഞ്ഞു, അതാ ഇതിലേ വന്നത്. എടോ അനീഷേ, സാർ, ഇതുവഴി പോയ കോട്ടയോ? ഇതുവഴി പോയാ മൂന്നാറ്, തേനി, കമ്പം, പിന്നെ കുറച്ചുകൂടി പോയാ ബംഗാൾ ഉൾക്കടല്. ഓവറാ കേട്ടോ. സാർ, ആളാരാ? മോന അപ്പോ താനാരാ? മോളാ? ഞാൻ അതെ. ഇന്നിനിപ്പോ എങ്ങനെ കോഴിക്കോട് വരെ എത്തും? അത് കൊല്ലത്തുനിന്ന് ഇതുവരെ എത്തിയില്ലേ, അതുപോലെ. കോട്ടയം വരെ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്. എന്താ പോണോ? ബ്രോ, തൻ്റെ ചെയ്യേണ്ട വല്ല വിവരമുണ്ടോ? ഇല്ലടാ. എന്താണ് ആക്ച്വലി എന്താ പുള്ളിക്ക് പറ്റിയത്? ഇന്നലെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞ് പോയതാ. കോൺഫിഡൻസ് എന്തൊക്കെയോ. ഇപ്പം ആള് മിസ്സിങ് ആണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണോ? പക്ഷെ പോലീസിനെയും പട്ടാളത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസും പട്ടാളൊക്കെ അവിടെ നിൽക്കട്ടെ, അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തൻ്റെ ചേട്ടനാ നമുക്ക് കണ്ടുപിടിച്ചാലാ. എങ്ങനെ? ഇവിടുന്ന് ഇനി എങ്ങനെയാണാവോ? ഞാനിപ്പോ വരാം. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൂഢാലോചനയാണെന്നും എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്ന് ഞാനും എന്റെ പാർട്ടിയും അണികളും അടിയുറച്ച് വിശ്വസിക്കുന്നു. വകുപ്പിൽ എന്തെങ്കിലും അഴിച്ചോടി Sir, if the court proves otherwise, will you approach the High Court? The court won't prove. Otherwise, I am very sure about that. ഇങ്ങനെ ഒരു ഹർത്താൽ ദിവസം സാറിന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടായോ? ഞാൻ ഇന്നലെ ഇവിടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. ഹർത്താലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സാർ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇതാരാ? എനിക്കറിയില്ല സാർ. ഞാൻ എറണാകുളത്തേക്കാ. കളപ്പുരയ്ക്കൽ ബിഷപ്പ് ഹോസ്പിറ്റലാന്നേ. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടുവരണം. ഞങ്ങള് 3 ആളുണ്ട്. ഞങ്ങളെ കൂടെ ഒന്ന് കൂടെ കൊണ്ടുപോവോ? താങ്ക് യു സർ. ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് എവിടെയാന്നാ പറഞ്ഞേ? രാമനാട്ടുകര. അതങ്ങ് മലപ്പുറം ജില്ലയിലല്ലയോ? ബോർഡർ. വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കോഴിക്കോട് എത്താനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ. സാറേ അവിടെ റോഡ് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ വരെ പോവുകയല്ലേ? ഇല്ല സാർ. എന്നതാ മോളുടെ പേര്? നാരായണി. ഇയാളുടെയോ? ഹരികൃഷ്ണൻ. എന്നതാ ചെയ്യുന്നേ? എംബെഡഡ് FPGA ആർക്കിടെക്ട്. ഓ, നമ്മുടെ ഫ്യൂച്ചർ. മോളെന്നതാ ചെയ്യുന്നേ? ഞാനൊരു സോഷ്യൽ വെൽഫെയർ ട്രെയിനിയാണ്, തിരുവനന്തപുരത്ത് ഒരു NGOയുടെ കൂടെ. ഏത് NGO? സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത്. അതെ. മുല്ലശ്ശേരി കനാൽ വഴി വല്ലതും പോയിട്ടുണ്ടോ? എന്തൊരു പൊല്യൂട്ടഡാ സാർ. അതല്ല ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇയാൾ പത്രം ഒന്നും വായിക്കാറില്ലേ? അല്ല. സാറേ അവിടെയും റോഡ് ബ്ലോക്കാ. ഓ, എടാ ഓവേ, താൻ വണ്ടി പാലാക്കി തിരിച്ചു വിട്ടേ. തിരുമേനി പിന്നെ കാണാം. അല്ല, അപ്പൊ ഞങ്ങള്. ഓ, അപ്പൊ ഇവരുടെ കാര്യം എന്നതാ ചെയ്യുന്നേ? നമുക്കിവിടെ ഈ റോഡിലിറങ്ങാൻ സാർ, തൊട്ടടുത്ത ജംഗ്ഷൻ. ആ, അതാ. അല്ല, അവിടുന്ന് താനൊരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചൊരു പോലീസ് ജീപ്പ് പറയും ഇവർക്ക് പോകാൻ വേണ്ടി. ആ, ഇനി എത്ര നേരം നടക്കണാവോ? ആവശ്യമില്ലാത്തവരെ കുസർ ചോദ്യം ചോദിച്ച് ഉള്ള വണ്ടി കൊണ്ടേ കളഞ്ഞു. പോട്ടെ, സാരമില്ല സാരമില്ല. ഹരി എന്തായാലും രക്ഷപ്പെട്ടു. എറണാകുളം വരെ എത്തി. ഇനി നടന്നായാലും വീട്ടിലേക്ക് പോവാലോ. നമസ്തേ.
ഇവിടെ ഒരു വണ്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്തിന്? ഞങ്ങൾക്ക് പോവാൻ. നിങ്ങൾക്ക് പോവാനോ? ആ, മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞില്ലേ? മിനിസ്റ്ററോ? ആ, ഏത് മിനിസ്റ്റർ? ഹെൽത്ത് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടം വരെ. മിനിസ്റ്ററുടെ ആരാ? മിനിസ്റ്ററുടെ മിനിസ്റ്റർ പഠിപ്പിച്ച മാഷ. ഓ, വണ്ടി ഒന്നുകൂടെ കിടപ്പുണ്ട്, പക്ഷെ അത് ഓടില്ല. അതൊന്ന് ശരിയായി കിട്ടിയാ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാം. ശ്ശെ. വണ്ടി സ്റ്റാർട്ടായി. താനാള് കൊള്ളാലോ. ശരി. ഇയാൾ വരുന്നു. ഹരി അപ്പൊ വീട്ടിലേക്കല്ലേ? ഇല്ല, ഞാനും വരാം. കോഴിക്കോട്ടേക്കോ?